പണ്ടൊക്കെ നമ്മളെ ബസ്സുകളിലും ലോറികളിലൊക്കെ ഡ്രൈവർമാർ സ്റ്റിയറിംഗ് വീൽ തിരിക്കണത് കാണാൻ നല്ല രസമായിരുന്നു. അവരവരുടെ സകല കഴിവും എടുത്തിട്ട് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും പിടിച്ച് വലിച്ചിട്ടായിരുന്നു ആ സ്റ്റിയറിംഗ് വീലുകൾ തിരിച്ചുകൊണ്ടിരുന്നതെന്ന്. ഇന്ന് പവർ സ്റ്റിയറിംഗ് വന്നാലും അല്ലെങ്കിലും നമുക്കത്ര ആയാസമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റിയറിംഗ് വീൽ തിരിക്കാം. അതിനെ നമ്മൾ സഹായിക്കുന്ന ആളാണ് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് കാണണ്ടേ. ഇവിടെ കാണിക്കുന്നത് റീസർക്കുലേറ്റിംഗ് ബാൾനട്ട് എന്നുള്ള ഗിയർ ബോക്സാണ്, നമ്മൾ പഠിച്ചതാണ്. ഇതിൽ നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ ഷാഫ്റ്റ് ഉണ്ടല്ലോ, അത് 2 ബെയറിങ്ങിലാണ് നമ്മൾ സ്റ്റിയറിംഗ് ഗിയർ ബോക്സിലേക്ക് കൊടുക്കുക. ആ ഷാഫ്റ്റിൻ്റെ അറ്റത്തായിട്ട് നമുക്ക് ഒരു ചാല് പോലെ ഒരു വേം ഗിയർ നമുക്ക് എന്ത് ചെയ്യാം, വെച്ച് പിടിപ്പിക്കാം. ഈ വേം ഗിയറിൻ്റെ ഒരു അടിഭാഗത്താക്കിയിട്ട് വേം ഗിയറിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു 3 പല്ലുള്ള ഒരു നെറ്റ് ഉണ്ടാവും. ഒരു ഗിയർ പോലെ, ഗിയർ എന്ന് പറയാൻ പാടില്ല, ഒരു റാക്ക് ആൻഡ് പിനിയൻ്റെ പോലെ റാക്കിൻ്റെ മാതിരിയുള്ള ഒരു 3 പല്ലുള്ള ഒരു നെറ്റ് ഉണ്ടാവും. നെറ്റ് എന്നാണ് ഈ ഗിയർ ബോക്സിൽ അതിനെ വിളിക്കുക, ആ പേരാണ് വിളിക്കുക അതിനെ. ഈ നെറ്റിനും വേമിനും ഇടയിൽ എളുപ്പം തിരിയാൻ വേണ്ടിയിട്ട്, അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബിയറിങ്ങിൻ്റെ ഉള്ളിലെ പോലത്തെ സ്റ്റീൽ ബോൾസ് കൊടുക്കും. ഈ സ്റ്റീൽ ബാൾ ഉണ്ടാവുകൊണ്ട് ഒന്നും കൂടി സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് തിരിയും. ഇതവിടുത്തെ ഫ്രിക്ഷൻ കുറക്കും. ആ വേമിൻ്റെ ചാലുകളിലാണ്, അതുപോലെ നെറ്റിനും ചാലുണ്ടാവും, ആ ചാലുകളിലാണ് നമ്മൾ ബോൾസ് വെക്കുക. നെറ്റിൻ്റെ പുറംഭാഗത്തുള്ള കുറച്ച് പല്ലുകളിൽ ഒരു വേം വീൽ സെക്ടറുമായിട്ട് മെഷ് ചെയ്തിരിക്കും. ആ സെക്ടർ ഒരു 5 പല്ലാണ്ടാവുക. കംപ്ലീറ്റ് ഗിയർ ആവില്ല, നമ്മളൊരു വൃത്തത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വട്ടത്തിൻ്റെ ഒരു 4/1 ഭാഗത്ത് ഒരു 4 പല്ലുള്ള ഒരു സാധനമാണ് സെക്ടർ. ഈ സെക്ടറിന് മുകളിലുള്ള കോഷാഫ്റ്റാണ് നമ്മളെ ഡ്രോപ്പ് ആമുമായിട്ട് നമുക്ക് പുറത്തേക്ക് കാണുക. ആ പുറത്തേക്ക് കാണുന്ന ആ വലിയ ഷാഫ്റ്റ്, അതിനെ നമ്മൾ കോസ് ഷാഫ്റ്റ് എന്ന് വിളിക്കുക. ഈ ഡ്രോപ്പ് ആമിനെ ഡ്രാഗ് ലിങ്ക് വഴിയാണ് നമ്മളെ സ്റ്റിയറിങ്ങിൻ്റെ മുകളിലേക്ക് അല്ലെങ്കിൽ സ്റ്റിയറിങ്ങിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ ഘടിപ്പിക്കുക. അങ്ങനെയാണ് നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ ലിങ്കേജ് കംപ്ലീറ്റ് ആവുക. സ്റ്റിയറിങ്ങിൻ്റെ വീല് തിരിക്കുമ്പോൾ ഈ നെറ്റ്, അതായത് ഈ വേമിൻ്റെ അടിഭാഗത്തുള്ള ഒരു 4 പല്ലുള്ള നെറ്റ് എന്നാണ് ഇതിനെ വിളിക്കുക. ഈ നെറ്റ് വേമിന് മുകളിലൂടെ അങ്ങനെ സഞ്ചരിക്കും. അങ്ങോട്ട് തിരിക്കുമ്പോൾ റൈറ്റിലേക്ക് തിരിക്കുമ്പോൾ അടിഭാഗത്തേക്കും, ലെഫ്റ്റിലേക്ക് തിരിക്കുമ്പോൾ മോൾ ഭാഗത്തേക്കും അങ്ങനെ സഞ്ചരിക്കും. ഈ സമയത്ത് ഈ നമ്മൾ സ്റ്റീൽ ബോൾസുകൾ ഗ്രൂവുകൾക്കിടയിൽ എന്ത് ചെയ്യും, ഇങ്ങനെ റീസർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ പ്രകാരം, അതായത് അങ്ങോട്ട് തിരിക്കുമ്പോൾ, റൈറ്റിലേക്ക് തിരിക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരു ഭാഗത്ത് കൂടെ ഈ ബാൾസ് ഇങ്ങനെ കയറിയിട്ട് നേരെ ഒരു പൈപ്പിലൂടെ മറ്റേ അടിഭാഗത്തേക്ക് എത്തും. നേരെ ലെഫ്റ്റിലേക്ക് തിരിക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും. അപ്പോൾ ഈ ബോൾസ് ഇങ്ങനെ റീസർക്കുലേറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് ബോൾസ് തെന്നിപ്പോവുക, അങ്ങനത്തെ കാര്യങ്ങൾ വീണ് പോവുക, അങ്ങനെ ഒരു കാര്യവും ഉണ്ടാവില്ല. ഈ പ്രകാരം വീൽ സെക്ടറിന് ലഭിക്കുന്ന ചലനം നമ്മൾ എന്ത് ചെയ്യും, ഡ്രാഗ് ലിങ്കിനെ പ്രവർത്തിപ്പിച്ച് മുൻവീലുകളെ വേണ്ട ദിശയിൽ തിരിച്ചിട്ടാണ് നമുക്ക് സ്റ്റിയറിങ് സാധ്യമാകുക. ഈ വേമിൻ്റെ എൻഡ് പ്ലേ ക്രമീകരിക്കണമെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഫിറ്റ് ചെയ്യുന്ന അഡ്ജസ്റ്റിംഗ് നെറ്റ് കൊടുക്കുന്നത്. കാരണം ഒരുപാട് കാലം കഴിയുമ്പോൾ നമ്മുടെ ഗിയർ ബോക്സ് തേയ്മാനം മൂലം ഉണ്ടാവില്ലേ, അപ്പോൾ ഒരു പ്ലേ വരും, ഒരു ബാക്ക് ലാഷ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ ഈ ബാക്ക് ലാഷ് കൂടുമ്പോൾ വീൽ സെക്ടറിൻ്റെ ഒരു അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ഉണ്ടാവും, ഒരു നെറ്റും ഒരു സ്ക്രൂ ഉണ്ടാവും. അത് ഈ ഗിയർ ബോക്സ് തുറക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ബാക്ക് ലാഷും എൻഡ് പ്ലേയും ഒക്കെ ആ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ക്രമീകരിക്കാം. ഗിയർ ബോക്സിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീലിൽ തിരിക്കണ ചലനത്തെ ഡ്രോപ്പ് ആമിൻ്റെ ആംഗുലർ ചലനമാക്കുക കേട്ടോ, അതാണ്.